ഇനി നോർമലി നമ്മളതിൽ ഒരുപാട് ലെൻസ് വരുന്നുണ്ട്. 50mm പോർട്രേറ്റ് ലെൻസ് വരുന്നുണ്ട്, 85mm ലെൻസ് വരുന്നുണ്ട്. ഇതൊക്കെ റേറ്റ് നമുക്ക് 50mm വരുമ്പോൾ ഒരു 5500 മുതൽ 6500 റേറ്റ് വരുന്നത്. 70 ഇതിൻ്റെ ഒരു ലൈറ്റ് വെർഷൻ ഉണ്ട്, അതായത് 70D ഉണ്ട്. അതും ഒരു സെമി പ്രൊഫഷണൽ ക്യാമറയാണ്, നല്ല ക്യാമറയാണ്. ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ്, 24 MP ടച്ച് സ്ക്രീൻ, വൈഫൈ സപ്പോർട്ട്. ഈ 17mm ഇത് ഒരു 2.8 ലെൻസാണ്. ഈ ലെൻസിന് മാത്രം ഏകദേശം 40,000 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇത് മിറർലെസ് ക്യാമറയിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു ക്യാമറയാണ് കാനോണിൻ്റെ EOS R. ഇത് 1 വർഷം റിമൈനിങ് വാറണ്ടി ഉണ്ട്. ഇതൊരു ബെസ്റ്റ് എഡിഷനാണ്, അതായത് M50യുടെയൊക്കെ ഏറ്റവും അപ്ഡേറ്റഡ് വെർഷൻ ആയിട്ടുള്ള ഒരു ക്യാമറയാണ് R50. ഈ ഗിംബൽസ് ഞാനൊന്ന് പരിചയപ്പെടാം. ഇത് നമ്മളിൽ ഇപ്പം നിലവിലിരിക്കുന്ന ഒരു മോഡലാണ് മോസ എയർക്രോസ് 2 എന്ന് പറഞ്ഞ മോഡൽ. ഇതിൻ്റെ റേറ്റ് വരുന്ന വെറും സിമ്പിൾ റേറ്റ് ആയിരുന്നുള്ളൂ, ഒരു 9,000 രൂപയ്ക്ക് നമുക്ക് കൊടുത്തേക്കാം. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം കണ്ണനല്ലൂരിന് സമീപമുള്ള DCAM എന്ന് പറയുന്ന ഷോപ്പിലാണ്. എല്ലാ മാസവും നമ്മൾ ഒരു യൂസ്ഡ് ക്യാമറയുടെ വീഡിയോ ചെയ്ത് തുടങ്ങുന്നത് DCAMൽ നിന്ന് തന്നെയാണ്. അപ്പം നമ്മൾ ഇത്തവണയും DCAMൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഓണം പ്രമാണിച്ചുള്ള ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും ഉണ്ട്, അതേപോലെ ഗീവ് അവേ ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇത്തവണ DCAM നൽകുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വരാൻ പോകുന്ന പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പം യൂസ്ഡ് ക്യാമറയൊക്കെ എടുക്കാനും ഓണത്തിന് ട്രിപ്പ് പോകാനൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ 10 പടമൊക്കെ എടുത്തുകൊണ്ട് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാ തരം ആൾക്കാർക്കും കാണാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളിങ്ങനെയുള്ള ഓരോ ഷോപ്പുകളും കണ്ടുപിടിച്ച് തരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലുള്ള നല്ല നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ വരൂ, നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. ബാ. ഹലോ മച്ചാമാരെ, അപ്പോൾ DCAM എന്നാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഓഫറായിട്ടാണ് വന്നേക്കുന്നത്, അതായത് ഓണത്തിനുള്ള ഓഫർ പറയാനാണ് വന്നത്. ഈ ഒരു ക്യാമറ ഉണ്ടോ, നിങ്ങൾക്കിത് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഇത് നമ്മളെ പുറത്തുള്ളവർക്കൊന്നും അല്ല കൊടുക്കാൻ നിൽക്കുന്നത്. ഈ വട്ടം നമ്മുടെ ഷോപ്പിൽ വന്ന്, അതായത് 22-ാം തീയതി മുതൽ നമ്മുടെ ഷോപ്പിൽ, അതായത് സെപ്റ്റംബർ 30-ാം തീയതിക്കുള്ളിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു ആളെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് റെൻറ്റും അഥവാ സെയിൽ പർച്ചേസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾക്കായിരിക്കും നമ്മളിത് നൽകുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയാണ് തരുന്നത്. സോണിയുടെ സൈബർ ഷോട്ട്, ഒരു 20 MP വരുന്ന ഒരു സൈബർ ഷോട്ട് ക്യാമറയാണ്. അത്യാവശ്യം ഒരു നല്ല കണ്ടീഷനാണ്. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് ക്യാമറാസ് ഇനി പരിചയപ്പെടുത്തി തരാം. നമ്മൾ 1 അല്ല 2 അല്ല 3 അല്ല അങ്ങനെ ഒരു 10 കൂടുതൽ പീസ് നമ്മൾ കുഞ്ഞ് ക്യാമറ, അതായത് SLR ക്യാമറ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് സൈബർ ഷോട്ട്, കൂൾപിക്സ് അങ്ങനത്തെ അടിപൊളി ക്യാമറാസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതും വെറും 1200 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. വെറും 1200 രൂപ മുതൽ നമ്മളതിൽ സ്റ്റാർട്ടിങ് ഇരിപ്പുണ്ട്. അപ്പോൾ അടിപൊളി ക്യാമറാസാണ്. പിന്നെ അതുപോലെ ഇനി നമുക്കൊരു DSLR ക്യാമറയിൽ നിന്ന് നമുക്കിനി തുടങ്ങാം. ഇത് കാനോണിൻ്റെ 500D. ഇത് വരുമ്പോൾ വിത്ത് കിറ്റ് ലെൻസ് നമ്മളിവിടെ കൊടുക്കാൻ വെച്ചേക്കുന്നത്. അതായത് ഒരു ബിഗിനറിന് എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ക്യാമറയാണ്. വെറും 10,000 മാത്രമാണ് റേറ്റ് വരുന്നത്. വെറും 10,000. അത്യാവശ്യം നല്ല ക്വാളിറ്റി എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി ക്യാമറയാണ്. പിന്നെ 1100D, ഇതും വിത്ത് കിറ്റ് ലെൻസ്, അതായത് 12 MP വരുന്ന ഒരു അടിപൊളി ക്യാമറയാണ്. ഇത് നമുക്കൊരു 12,000 ആ ഒരു റേഞ്ച്, ഒരു ആവറേജ് കണ്ടീഷൻ ആണെങ്കിൽ 7,000-8,000 രൂപ ആ റേഞ്ച് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം 1100 ആണ് പരിചയപ്പെടുന്നത്. ഇതൊക്കെ ഒരു ബേസ് മോഡൽ ക്യാമറയാണ്, അതായത് ഒരു എടുത്ത് പഠിക്കാൻ പറ്റിയ ഒരു ബിഗിനർ ക്യാമറയാണ് ഈ 1100. ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ ആയിട്ടുള്ള 1200 ഉണ്ട്, പിന്നെ 1300 ഉണ്ട്. ഇപ്പോൾ 1200 പറയുമ്പോൾ നമുക്കിവിടെ റേറ്റ് വരുന്നത് 15,000, 15,500, 13,000 നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പക്ഷേ ഡിപ്പെൻസ് ഓൺ ദ കണ്ടീഷനാണ് റേറ്റ് മാറുന്നത്. ഇതും ഒരു 18 MP എന്നൊരു അടിപൊളി ക്യാമറയാണ്. ഒരു ബിഗിനറിനും, അതായത് ഒരു ഫോട്ടോഗ്രാഫിയൊക്കെ എടുത്ത് പഠിക്കാൻ പറ്റിയതും, പിന്നെ അല്ലെങ്കിൽ സ്റ്റുഡിയോ യൂസ് അങ്ങനെയുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് എല്ലാം എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ക്യാമറയാണ് 1200. ഇതിൻ്റെ 1300 വരുമ്പോൾ അതിനകത്ത് വൈഫൈ എന്നുള്ളൊരു ഓപ്ഷനാണ് കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള, അതും ഒരു അടിപൊളി ക്യാമറയാണ്. ഇനി അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള 1500 ആണ് ഞാൻ പരിചയപ്പെടുന്നത്. ഇതൊരു ഗ്രേഡ് A പീസാണ്, അടിപൊളി കണ്ടീഷനാണ്. ഇത് റേറ്റ് വരുന്നത് 23,500 ആണ്. അത്യാവശ്യം ഒരു അടിപൊളി ക്യാമറയാണ്, നല്ല കണ്ടീഷൻ തന്നെയാണ്, നല്ല നീറ്റ് രീതിയിലാണ് ഇരിക്കുന്നത്. ഇത് റേറ്റ് വരുന്നത് 23,500 രൂപയാണ്. 24 MP വൈഫൈ സപ്പോർട്ട് എല്ലാം വരുന്ന ഒരു അടിപൊളി ക്യാമറയാണ്. പുതിയതിന് ഏകദേശം 41,000 രൂപ റേറ്റ് വരുന്നുണ്ട്. നമുക്കിവിടെ വരുമ്പോൾ 23,500 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. അതിൻ്റെ തന്നെ ഒരു ആവറേജ് കണ്ടീഷനാണ്. ഇത് വരുമ്പോൾ 22,500. പിന്നെ അതുപോലെ തന്നെ 2000D, ഇത് ഇതിൻ്റെ ഗൾഫ് മോഡലാണ് 2000D, അതായത് 1500 തന്നെ സെയിം ഗൾഫ് മോഡലുണ്ട്. ഇതാണ് ഈ ഒരു ക്യാമറ. ഇത് വരുമ്പോൾ നമുക്കൊരു 23-24 ആ റേഞ്ചിൽ നമുക്ക് കൊടുത്തേക്കാം. ഇനി നമുക്ക് അടുത്ത പറയാനാണെങ്കിൽ 700D. ഇതിപ്പോൾ അടുത്ത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന 700D. അപ്പം 700Dയുടെ തൊട്ട് പിറക്കിൽ പറയുകയാണെങ്കിൽ 600D ഉണ്ട്, 650 ഉണ്ട്. 600D ഒക്കെ ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്കും കുറച്ചും കൂടെ പഠിക്കാനും എല്ലാത്തിനും പറ്റിയൊരു ബെസ്റ്റ് ക്യാമറയാണ്. 700Dയുടെ ഓപ്ഷൻസ് പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ, ടച്ച് സ്ക്രീൻ, ഫ്ലിപ്പ് സ്ക്രീൻ കാര്യങ്ങളെല്ലാം വരുന്നൊരു അടിപൊളി മോഡലാണ്. വൈഫൈ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമല്ല, ഈ ഒരു പോരായ്മ മാത്രമാണ് ഈ ക്യാമറയ്ക്കുള്ളത്. പക്ഷേ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പഠിക്കാൻ പറ്റിയ ഒരാൾക്കും എല്ലാവർക്കും പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് 700D. അതിൻ്റെ തന്നെ തൊട്ട് അപ്ഡേറ്റഡ് വെർഷനാണ് 750D. ഇത് വരുമ്പോൾ വൈഫൈ സപ്പോർട്ടുണ്ട്. അത്യാവശ്യം ഒരു സെമി പ്രൊഫഷണൽ ക്യാമറയുടെ നല്ലൊരു ക്വാളിറ്റിയാണ് ഇതിന് കിട്ടുന്നത് 750Dക്ക്.
നല്ലൊരു ക്വാളിറ്റിയാണ്. വൈഫൈ സപ്പോർട്ടും വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഫുൾ HD കിട്ടുന്ന ഒരു അടിപൊളി ക്യാമറയാണ് 750D. അതിനോട് പിടിച്ചിരിക്കുന്ന വേറൊരു ക്യാമറയാണ് 7070. ഇതിൻ്റെ ഒരു ലൈറ്റ് വെർഷൻ ഉണ്ട്, അതായത് 70D ഉണ്ട്. അതും ഒരു സെമി പ്രൊഫഷണൽ ക്യാമറയാണ്, നല്ല ക്യാമറയാണ്. ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ്, 24 MP ടച്ച് സ്ക്രീൻ, വൈഫൈ സപ്പോർട്ട്, അതേ ഒരു ഓപ്ഷൻ വരുന്ന ഒരു ക്യാമറയാണ് 7070. നല്ല ക്യാമറയാണ്. ഇതൊരു ഫ്രഷ് കണ്ടീഷനാണ്. ഒരു സെമി പ്രൊഫഷണലായിട്ടും അല്ലെങ്കിൽ അതായത് നമ്മൾ എത്രത്തോളം ബഡ്ജറ്റ് മുടക്കി ഒരു ക്യാമറ പർച്ചേസ് ചെയ്യുന്നു അത്രത്തോളം ബെറ്റർ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫോട്ടോസ് ഇമേജസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മൾ എത്രത്തോളം ഈ ഒരു ക്യാമറയൊക്കെ സെക്കൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു നഷ്ടവും വരത്തില്ല. അതിനുള്ള മെയിൻ കാരണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തരുന്നതിനെക്കാട്ടി ഒരുപാട് റേറ്റ് ആയിരിക്കും ഈ ഒരു ക്യാമറയുടെ ഫ്രഷിനുള്ളത്. ഇപ്പം ഞാൻ ഈ 1500 തന്നെ പറഞ്ഞു, അപ്പോൾ ഇതിന് നേരെ പകുതി റേറ്റ് വരുന്നുള്ളൂ. എല്ലാത്തിനും ഇങ്ങനെ വരണമെന്നില്ല. ഇത് വരുമ്പോൾ 42,000 പുതിയതിനുണ്ട്. അപ്പം ഇത് ഫ്രഷ് എടുത്താലും നമ്മളേന്ന് ഇത് സെക്കൻഡ് എടുത്താലും അവർക്ക് ഒരേ ഒരു ബെനിഫിറ്റാണ് വരുന്നത്. അവർക്ക് നല്ലൊരു ലാഭമാണ് ഉണ്ടാകുന്നത്. അവർ നാളെ സമയത്ത് ഇത് വിറ്റാലും എത്ര രൂപ ലോസ് വരാനാണ്. അപ്പോൾ ആ ഒരു ഹൈലൈറ്റാണ് വരുന്നത്. ഇപ്പം നിങ്ങൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് ക്യാമറ എടുത്താൽ പോലും നാളെ ഒരു സമയത്ത് അത് കൊടുക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ തന്നെ വന്ന് സെല്ല് ചെയ്യാം. ഇതെല്ലാത്തിനും ഉപരി നിങ്ങൾക്ക് ക്യാമറ എടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് ക്യാമറയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. നമ്മുടെ അടുത്ത് വന്നാൽ മതി. നമ്മൾ ഏതൊരാൾക്കും ക്യാമറ കൊടുക്കുമ്പോൾ നമ്മൾ അവർക്ക് ഒരു ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ക്യാമറ അവർക്ക് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അല്ലാതെ വെറുതെ നിങ്ങൾ ഇന്ന് എടുത്തോ നിങ്ങളെ ഒരു അടിച്ചേൽപ്പിച്ച് ഒരിക്കലും നമ്മൾ തരത്തില്ല. അതുമാത്രമല്ല ഏത് ക്യാമറയ്ക്ക് നമ്മൾ 1 month നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ചെക്കിങ്, വാറണ്ടിയും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തന്നിട്ടായിരിക്കും നമ്മൾ ക്യാമറാസ് എല്ലാം തരുന്നത്. ഇനി നമുക്ക് അടുത്ത മോഡൽ പരിചയപ്പെടാനാണെങ്കിൽ 200D. ഇത് ഒരു കാനോണിൻ്റെ ഒരു വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വ്ളോഗിങ് ഇപ്പോഴും എടുക്കുന്ന ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു ക്യാമറയാണ് കാനോൺ 200D. ഇതൊരു നീറ്റ് പീസാണ്, ഫ്രഷ് കണ്ടീഷനാണ്. ഇത് വരുമ്പോൾ നമുക്കിവിടെ റേറ്റ് വരുന്നത് 32,500 രൂപയാണ്. നല്ലൊരു അടിപൊളി ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറ വരുമ്പോഴത്തേക്ക് 24 MP ടച്ച് സ്ക്രീൻ, ഫ്ലിപ്പ് സ്ക്രീൻ, വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ നല്ല സ്റ്റെബിലൈസേഷൻ വരുന്നൊരു ക്യാമറയാണ് 200D. ഇതിന് 2 വേരിയൻ്റ് ഉണ്ട്. 200D Mark II ആണ് ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് വെർഷൻ. അത് വരുമ്പോൾ പുതിയ 60,000 വിലയുണ്ട്. ഇപ്പം പക്ഷേ 52,000 ആ റേഞ്ചിനുണ്ട്. നമുക്കിവിടെ റേറ്റ് വരുന്നൊരു 36,000 രൂപ, 37,000 200D Mark IIന് റേറ്റ് വരുന്നത്. അതിനകത്ത് വരുന്ന ഹൈലൈറ്റ് എന്ന് വെച്ചാൽ 4K വീഡിയോ റെക്കോർഡിംഗ് അതിനുണ്ട്. ഈ ഒരു ഓപ്ഷനാണ് വരുന്നത്. ഇത് മിറർലെസ് ക്യാമറ അല്ല. അപ്പോൾ ഇത് പക്ഷേ മിറേർഡാണ്. പക്ഷേ എന്നാലും ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു അടിപൊളി ക്യാമറ തന്നെയാണ് ഈ ഒരു ക്യാമറ. ഈ ഒരുപാട് പേര് മിറർലെസ് ക്യാമറയാണ് ഇപ്പോൾ എടുക്കുന്നതും. പക്ഷേ എന്നാലും മിറേർഡിനും ഒരുപാട് പേര് എൻക്വയറി ഉണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിന് രണ്ടിനും ഒരേ ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. വലിയ വേരിയേഷൻസ് വരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് വെർഷൻ മിറർലെസ് ക്യാമറയാണ്. പിന്നെ കൂടാതെ മിറർലെസ് കുറേ പേര് മടിക്കുന്നത് അതിൻ്റെ കറക്റ്റ് ലെൻസസ് കുറച്ച് എക്സ്പെൻസീവ് ആണ് നമ്മുടെ ഈ ഒരു മിറേർഡ് ക്യാമറ വെച്ച് നോക്കുമ്പോൾ. അതും സെയിം ക്വാളിറ്റിയൊക്കെയാണ് രണ്ടിലും വരുന്നത്. അപ്പം ഒരുപാട് പേര് ഇപ്പോഴും മിറേർഡ് ക്യാമറ തന്നെയാണ് എടുക്കുന്നത്. ഇതിനും അങ്ങനെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും നിലവിൽ വരുന്നില്ല. പിന്നെ ആരും ഇപ്പം ഒരുപാട് പേർക്ക് പേടിയുണ്ട്. സെക്കൻഡ് ക്യാമറയിൽ അടിച്ചു പോവോ, കംപ്ലൈൻറ്റ് എല്ലാം റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമറാസ് മാത്രമാണ് നമ്മൾ കൂടുതൽ ഇവിടെ സെല്ല് ചെയ്യുന്നത്. അഥവാ ഇൻ കേസ് അത് റെഡിയാക്കാൻ പറ്റില്ലെങ്കിൽ അത് തുടക്കത്തിലെ പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും നമ്മൾ തരുന്നത്. അങ്ങനെയുള്ള ക്യാമറാസിന് അത്രയ്ക്കുള്ള റേറ്റേ വരത്തുള്ളൂ. നമ്മളിപ്പോൾ ഇരിക്കുന്ന എല്ലാ ക്യാമറയ്ക്കും അതിൻ്റെ സ്പെയർസ് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് അഥവാ എന്ത് കംപ്ലൈൻറ്റ്, അതായത് ക്യാമറ അടിച്ചു പോയാലും ഡിസ്പ്ലേ പൊട്ടിയാലും അല്ലെങ്കിൽ എന്ത് സ്വിച്ച് വർക്ക് ചെയ്യുന്നുള്ളതും എന്താണെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാത്തിനും നിങ്ങൾക്കൊരു സൊല്യൂഷൻ, അതായത് DCAM എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ക്യാമറയുടെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ നിങ്ങളെ ഒന്നുകൊണ്ട് നമ്മൾ പറ്റിക്കില്ല. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് കാനോണിൻ്റെ 70 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അത്യാവശ്യം അടിപൊളി ക്യാമറ. അതായത് ഞാൻ എല്ലാ വട്ടവും പരിചയപ്പെടുന്നത് തന്നെയാണ്. ചാപ്പാക്കുരിശ് മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത് അന്നത്തെ ഒരു അടിപൊളി ക്യാമറയാണ്. ഇപ്പോഴും ഇതിൻ്റെ പെർഫോമൻസിനൊന്നും ഒരു കുറവുമില്ല. ഇതിനാകെ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ 2 നെഗറ്റീവ് ഉള്ളൂ. ഒന്ന് വൈഫൈ സപ്പോർട്ടും ഇല്ല. രണ്ടാമത്തെ കാര്യം ഇതിന് വലിയ കാർഡാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നോർമൽ കാർഡിൻ്റെ കുഞ്ഞ് കാർഡല്ല, കുറച്ച് വലിയ CF കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു പോരായ്മ മാത്രമാണ് ഇതിനുള്ളത്. അതൊരു പോരായ്മയായിട്ട് കണക്കൂട്ടുണ്ട്. അതൊരു അഡാപ്റ്റർ ഇട്ടിട്ട് നമുക്ക് എല്ലാവർക്കും നോർമൽ രീതി യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് കുറച്ച് പഴയ മോഡലായത് കാരണം ഇതിൻ്റെ റേറ്റ് നല്ല കുറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളതിലും സ്റ്റാർട്ടിങ് വെറും 15,000 രൂപ മുതൽ 70 ബോഡി അവൈലബിൾ ആണ്. ഇത് വരുമ്പോൾ അത്യാവശ്യം നീറ്റാണ്, കുറച്ചും കൂടി റേറ്റ് കൂടും. അപ്പം ഈ ഒരു റേറ്റ് മുതൽ നമുക്ക് 70 എപ്പോഴും സ്റ്റോക്കാണ്. ഒരു 15,000 മുതൽ മുമ്പോട്ട് പോകും. ഒരു 18 രൂപ വരെ മാക്സിമം. അത്യാവശ്യം 70, അതായത് ഒരു ബിഗിനറിനാണെങ്കിലും സ്റ്റുഡിയോയ്ക്കാണെങ്കിലും ഇത് വെഡ്ഡിങ് വർക്ക് വരെ ഒരുപാട് പേര് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാമറയാണ് 70. അത്യാവശ്യം അടിപൊളി ക്യാമറയാണ്. ഇനി അതിൻ്റെ ഒരു അടുത്ത നമ്മൾ നോർമലി ഇതിൻ്റെ 70 Mark II ഉണ്ട്. അതുപോലെ ഞാൻ അടുത്ത പരിചയപ്പെടുന്ന 60 ആണ്. 60 തന്നെ Mark I ഉണ്ട്, Mark II ഉണ്ട്. അതിൻ്റെ Mark II ആണ് ഞാനിപ്പോൾ പരിചയപ്പെടുന്നത്. ഇത് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മെഗാപിക്സൽ ക്വാളിറ്റിയൊക്കെ വരുന്ന ഒരു അടിപൊളി ക്യാമറയാണ്. ഇത് വരുമ്പോൾ ടച്ച് സ്ക്രീൻ, ഫ്ലിപ്പ് സ്ക്രീൻ കാര്യങ്ങൾ, വൈഫൈ, ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ്. ഇപ്പം
നോർമൽ നമ്മുടെ Canon 200 ഒക്കെ ഞാൻ പരിചയപ്പെടുത്തി, ഇതിനും ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് വരുന്നത്, ഇതിനും ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ്. പക്ഷേ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വരുമ്പോൾ ഇതൊരു APS-C സെൻസർ, അതായത് നമ്മുടെ ഒരു അമ്മച്ചർ ക്യാമറയുടെ സെൻസറും ഇത് വരുമ്പോൾ ഒരു ഫുൾ ഫ്രെയിം ക്യാമറയുടെ സെൻസർ വരുമ്പോൾ അതിൻ്റെ അനുസരിച്ചൊരു ക്വാളിറ്റി ആയിരിക്കും വരുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ ഇത് 24 മെഗാ പിക്സലും ഇത് 24 മെഗാ പിക്സലാണ്. അപ്പോൾ ചിലർ ഉദ്ദേശിക്കും ഇതിന് റേറ്റ് കൂടുതൽ അങ്ങനെ. അതെന്ന് വെച്ചാൽ സെൻസർ മാറുന്തോറും ക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം ഇതിന് ഒരു 20 മെഗാ പിക്സലേ ഉള്ളതെന്ന് കൂട്ടിക്കും, അങ്ങനെയാണെങ്കിൽ ഇതിന് 24 ഉണ്ടെങ്കിലും ഇതിനായിരിക്കും ക്വാളിറ്റി കൂടുതൽ. കാര്യം ഫുൾ ഫ്രെയിം ക്യാമറയ്ക്ക് കുറച്ചും കൂടി ക്വാളിറ്റിയും ഡെപ്തും എല്ലാം കൂടുതലാണ്. കാര്യം ഒരു അത്രയ്ക്കും പ്രൊഫഷണൽ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫുൾ ഫ്രെയിം ക്യാമറ നമ്മുടെ അമ്മച്ചർ ക്യാമറ വെച്ചുമ്പോൾ കുറച്ച് ബൾക്കി ഫീലായിട്ട് ചിലർക്ക് തോന്നും. പക്ഷേ ബൾക്കി ആണെങ്കിലും അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ അന്യായ റിസൾട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ക്യാമറയാണ് നമ്മുടെ ഈ ഒരു പ്രൊഫഷണൽ ക്യാമറ ആയിട്ടുള്ള 6D Mark II. 6D Mark I വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു 15,000 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഒരു 25,000 വരെ മാക്സിമം ബോഡിക്ക് റേറ്റ് വരുന്നത്. അത് കണ്ടീഷൻ അനുസരിച്ചാണ്. കാര്യം പ്രൊഫഷണൽ ക്യാമറ ആയതുകൊണ്ട് നമ്മൾ ഏത് ക്യാമറയ്ക്കും ചിലതിന് സ്ക്രാച്ച് വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഇത് 6D Mark II ആണ്. ഇതിന് നമ്മളിവിടെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന റേറ്റ് 53 ആണ്. ഇതിൻ്റെ തന്നെ ഒരു ആവറേജ് കണ്ടീഷൻ വരുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് ഒരു 45 ആ റേഞ്ച് തൊട്ട് നമ്മളിൽ സ്റ്റാർട്ടിങ് ആണ്. ഇനി 5D Mark IV പറയുമ്പം ഒരു അടിപൊളി ക്യാമറയാണ്. ഇപ്പം Mark IV എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നോർമൽ ക്യാമറ, അതായത് ഒരു DSLR പ്രൊഫഷണൽ ക്യാമറയിൽ വെഡ്ഡിങ് വർക്കിനെല്ലാം കുറച്ച് നാൾ മുമ്പ് വരെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്യാമറയാണ് 5D Mark IV. അത് വരുമ്പോൾ നമ്മളതിൽ സ്റ്റാർട്ടിങ് 40,000 മുതൽ ഒരു 50-51 വരെയാണ് റേറ്റ് വരുന്നത്. അത് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, 4K വീഡിയോ റെക്കോർഡിങ്. അതിൻ്റെ ഒരു പോരായ്മ നമ്മളതിൽ ഒരു ഫിക്സഡ് ഡിസ്പ്ലേ ആണ്. ഞാനത് ഇവിടെ ഇരിപ്പുണ്ട്, ഒരു ഫിക്സഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ആ ഒരു കാര്യമാണ് 5D Mark IV വരുന്നത്. ഇനി നമുക്ക് വീണ്ടും ഒരു സെമി പ്രൊഫഷണൽ ക്യാമറ ആണ്. ഇത് 80D, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 70 എന്ന് പറഞ്ഞ മോഡലിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷനാണ് 80D. ഇത് വരുമ്പോഴും ഒരു നല്ല ക്യാമറയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ വരുന്ന ഒരു സെമി പ്രൊഫഷണൽ ക്യാമറ. ഇനി നമുക്ക് അടുത്ത 5Dയുടെ ഒരു Mark III ആണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇത് Mark III ഈ അടിയിലുള്ള സാധനം എന്ന് വെച്ചാൽ ഞാനിത് കുറച്ച് ബിഗിനറായിട്ടുള്ള ഒരുപാട് പേരായിരിക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്നത്. അപ്പം അവർക്ക് വേണ്ടിയാണ് ഞാൻ കുറച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ബാറ്ററി ഗ്രിപ്പ് എന്ന് പറയും. അതായത് ഒരു എക്സ്റ്റേണൽ ബാറ്ററിയും കൂടി ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അതായത് നമുക്ക് ഒരുമിച്ച് 2 ബാറ്ററി, ഇപ്പോൾ ഇതങ്ങനെ എല്ലാവരും യൂസ് ചെയ്യുന്നില്ല, എന്നാലും ഒരുപാട് പേർക്ക് ഈ 2 ബാറ്ററി കണ്ടിന്യൂസ് ആയിട്ട് ക്യാമറയിൽ ക്യാരി ചെയ്ത് അത് കണ്ടിന്യൂ ഷൂട്ട് ചെയ്യാനും എല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബാറ്ററി ഗ്രിപ്പാണിത്. ഇത് വരുമ്പോൾ ഈ ബാറ്ററി ഗ്രിപ്പ് മാത്രം പുതിയൊരു 7,000 മുതൽ 12,000 രൂപ വിലയുണ്ട്. നമ്മൾ ഈ ബാറ്ററി ഗ്രിപ്പ് ചേർത്ത്, അതായത് ഫ്രഷിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത്, ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു 28,000 ആണ് കൊടുക്കുന്നത്. 5D Mark III എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ ക്യാമറയാണ്. ഇത് വരുമ്പോൾ ഒരു ആവറേജ് കണ്ടീഷനാണ്, അത്യാവശ്യം ഉപയോഗിച്ച ക്യാമറയാണ്. ഒരു 1 lakh അബോവ് ഷട്ടറൊക്കെ എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറ വരുമ്പോൾ സ്റ്റിൽ യൂസ് ആണ് മെയിനായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നത്. കാര്യം വീഡിയോ റെക്കോർഡിങ്ങിന് ഒരു നല്ല ഡീറ്റെയിലിംഗ് കിട്ടില്ല, കാര്യം സ്റ്റെബിലൈസേഷൻ കുറവാണ്. Mark IV വെച്ച് നോക്കുമ്പോഴത്തേക്ക് Mark IVന് 4K വീഡിയോ റെക്കോർഡിങ്ങും സ്റ്റെബിലൈസേഷനും വരുന്നുണ്ട്. ഇനി ഞാൻ അടുത്ത ഒരു ഡൗട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരിക്കും, ഈ ഷട്ടർ കൗണ്ട് എന്താ, ഷട്ടർ കൗണ്ട് നോക്കിയിട്ട് വേണം ക്യാമറ എടുക്കാനായിട്ട്. അങ്ങനെ ഒരു ഷട്ടർ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറയുടെ ഒരു കൗണ്ട്, അതായത് നമ്മുടെ ഒരു വാഹനം എടുക്കുമ്പോൾ അതിൻ്റെ കിലോമീറ്റർ അനുസരിച്ച് നമ്മൾ എല്ലാവരും നോക്കുന്നത്. അതുപോലെ ഒരു ക്യാമറയുടെ ഷട്ടർ കൗണ്ട് എന്ന് വെച്ചാൽ അത് എത്രത്തോളം ഒരു ക്ലിക്കിന് ഒരു ഷട്ടർ, അതുപോലെ എത്രത്തോളം പിക്ചേഴ്സ് ക്യാപ്ചർ ചെയ്യുന്നു അതിനനുസരിച്ച് ഷട്ടർ കൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിൽ ഈ ഷട്ടർ കൗണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് ക്യാമറ, ഇപ്പം ഷട്ടർ കൗണ്ട് കൂടിയ ക്യാമറ ചിലർ എടുക്കാറില്ല, ചിലർ ഷട്ടർ കൗണ്ട് വിഷയമാക്കത്തില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഷട്ടർ കൗണ്ട് അങ്ങനെ ഒരു പ്രശ്നമാക്കേണ്ട. അത് എത്ര ഷട്ടർ കൗണ്ട് ആയാലും അത് തീർന്നാലും നമുക്ക് പുതിയ ഷട്ടർ റീപ്ലേസ് ചെയ്യാൻ പറ്റും, അതിനൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. അത് ക്യാമറയുടെ പെർഫോമൻസിനൊന്നും വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കേണ്ട. പിന്നെ കുറച്ച് പേര് ക്യാമറയുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചായിരിക്കും എടുക്കുന്നത്, ചിലർ മെക്കാനിക്കൽ വൈസാണ് നോക്കുന്നത്. എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ വൈസ് നോക്കുക, പിന്നെ അവരവരുടെ ഇഷ്ടമാണ്, അവരവർ സജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. പിന്നെ ഷട്ടർ കൗണ്ടിൽ മാത്രം ഒരു ഇപ്പോൾ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വീഡിയോ എടുത്ത ക്യാമറ ആണെങ്കിൽ അതിനൊരിക്കലും ഷട്ടർ കൗണ്ട് ഭയങ്കര കുറവായിരിക്കും, നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഷട്ടറിൻ്റെ ഒരു പേടി വേണ്ട. കാര്യം ഷട്ടർ നിന്ന് പോയി അല്ലെങ്കിൽ ഷട്ടർ അടിച്ചു പോയി പെട്ടെന്ന് അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് വരൽ ഭയങ്കര കുറവാണ്. അപ്പോൾ അത് റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് ആണ്. കുറച്ചാണ് അങ്ങനെ പൊട്ടിപ്പോകുന്നത്, അടിച്ചു പോകുന്നത്, അങ്ങനെയുള്ള കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പേടി വെച്ച് നിങ്ങളാരും ഷട്ടർ കൂടിയ ക്യാമറ എടുക്കാണ്ടിരിക്കില്ല. അങ്ങനൊന്നും പ്രശ്നമില്ല. അതെന്തുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ ഷോപ്പിലാണെങ്കിൽ ഏത് ക്യാമറയും ഷട്ടർ കൊണ്ട് നമ്മൾ പറയാറുണ്ട്, എല്ലാം നമ്മൾ നോക്കിയിട്ടായിരിക്കും കൊടുക്കുന്നത്. പ്രൊഫഷണൽ ക്യാമറ എന്ന് വെച്ചാൽ ഇപ്പോൾ കമ്പനി ഇതൊരു 2-2.5 ലക്ഷം ഷട്ടറാണ് പറയുന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ ഇത് പോയ ഒരുപാട് ക്യാമറാസ് നമ്മളിൽ തന്നെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്ത കുറച്ച് ക്യാമറാസ് പരിചയപ്പെടാം. ഇത് മിറർലെസ് ക്യാമറയിൽ ഏറ്റവും ഡിമാൻഡുള്ളൊരു ക്യാമറയാണ് കാനോണിൻ്റെ EOS R. ഇത് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷനാണ്.
ഇതിൻ്റെ റേറ്റ് വരുന്ന ഏകദേശം നമ്മളിൽ സ്റ്റാർട്ടിങ് ഒരു 65,000 മുതൽ 70, 75, 80, 85. കാര്യം ഒരു 1,25,000 ഒക്കെ പുതിയതിന് റേറ്റ് വരുന്നൊരു ക്യാമറയാണ് EOS R. ഇത് വരുമ്പോൾ ഒരു നല്ല ക്യാമറയാണ്, അതായത് 4K വീഡിയോ റെക്കോർഡിങ്ങും ടച്ച് സ്ക്രീനും നല്ലൊരു എല്ലാ ഓപ്ഷനും ഉള്ള ഒരു ക്യാമറ. ഏകദേശം 30 മെഗാ പിക്സൽ അടുപ്പിച്ച് ക്വാളിറ്റി വരുന്നുണ്ട്. അത്യാവശ്യം അടിപൊളി ക്യാമറയാണ് EOS R എന്ന് പറയുമ്പം. അപ്പോൾ നമുക്ക് അത് മാത്രമല്ല, നമുക്കിവിടെ കൊല്ലത്തുള്ള കസ്റ്റമേഴ്സാണ് ഇവിടെ നമുക്ക് റെൻ്റൽസിൻ്റെ ഓപ്ഷനുണ്ട്. നമുക്കിവിടെ സ്റ്റാർട്ടിങ് വെറും 99 റുപ്പീസ് തൊട്ട് ഇവിടെ റെൻ്റൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഏതൊരു ക്യാമറ നിങ്ങൾക്ക് അഥവാ പ്രീ ഓൺഡ് ക്യാമറാസ് എടുക്കാനായിട്ടുള്ള ബഡ്ജറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റെൻ്റൽസായിട്ട് എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട, നമ്മൾ DCAM ആ ഒരു സൗകര്യം നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. ഇനി അടുത്ത് നമുക്കൊരു കുറച്ച് മിറർലെസ് അമ്മച്ചർ ക്യാമറാസ് പരിചയപ്പെടാം. ഇത് Canonൻ്റെ M100 എന്ന് പറഞ്ഞ ക്യാമറയാണ്. ഒരു കാണുമ്പോൾ ഒരു കുഞ്ഞ് ക്യാമറ, ആളുകൾ വിചാരിക്കും ഇത് കുഞ്ഞ് ക്യാമറയിൽ റിസൾട്ട് ഒന്നും കാണില്ല, പക്ഷേ ഇതിന് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. നമുക്ക് ഡയറക്റ്റ് ഒന്ന് യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. M100 എന്നാണ് ക്യാമറയുടെ പേര്. ഇതിന് 22,500 രൂപയാണ് റേറ്റ് വരുന്നത്. വൈഫൈ സപ്പോർട്ടും ഇതിന് ടച്ച് സ്ക്രീൻ ഫ്ലിപ്പ് സ്ക്രീൻ ഒക്കെ വരുന്ന ഒരു അടിപൊളി ക്യാമറയാണ് M100 എന്ന് പറഞ്ഞ ക്യാമറ. ഇതിൻ്റെ M200 വരുമ്പോൾ 4K വീഡിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട്. ഇത് ഫുൾ HD ആണ്. ഒരു അടിപൊളി ക്യാമറയാണ്. M100 വരുമ്പോൾ 25,000, ഇതും 22,500 ആണ്. 2,500 രൂപ വേരിയേഷനേ വരുന്നുള്ളൂ. ഇത് അതിൻ്റെ ഒരു M6 Mark II എന്ന ലേറ്റസ്റ്റ് എഡിഷനാണ്. കുറച്ചും കൂടെ നല്ല ക്യാമറയാണ്. ഇത് 33 മെഗാ പിക്സൽ വരുന്നുണ്ട്. ഇതിന് ആകെ ഒരു പോരായ്മ വ്യൂ ഫൈൻഡർ ഇല്ല, അല്ലാതുള്ള എല്ലാം ക്യാമറ ഒരു ബെറ്റർ ക്യാമറയാണ്. നീറ്റ് ബോഡിയാണ്. ഇത് വരുമ്പോൾ 42,000 രൂപയാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം ഒരു അടിപൊളി ക്യാമറ. ഇനി നമുക്ക് M50. ഇതാണ് നമ്മുടെ Canonലെ മിറേർഡ് ക്യാമറയിൽ ഏറ്റവും മൂവിങ് ഉള്ള ക്യാമറയാണ് Canon 200D. അങ്ങനെ വെച്ച് നോക്കുമ്പം മിറർലെസ് ക്യാമറയുടെ അമ്മച്ചർ ക്യാമറയിൽ Canonൻ്റെ ഏറ്റവും മൂവ്മെൻ്റ് ഉള്ള ഒരു ക്യാമറയാണ് M50 Mark II. ഇത് വരുമ്പോൾ വ്ളോഗേഴ്സ് എല്ലാം ഇപ്പോഴും ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഈ ഒരു M50 Mark II ആണ്. ഇതിൻ്റെ Mark I ഒക്കെ ഒരു 30,000 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്യാമറയാണ്. ഫ്ലിപ്പ് സ്ക്രീൻ, ടച്ച് സ്ക്രീൻ, വ്ളോഗിങ്ങിനും പറ്റിയ എല്ലാം 4K വീഡിയോ റെക്കോർഡിംഗ് ആണ്. സ്ക്രീനൊക്കെ നമുക്കിങ്ങനെ ടിൽറ്റ് ചെയ്ത് എല്ലാം ഫോട്ടോസും എല്ലാം എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അടിപൊളി ക്യാമറയാണ് M50 Mark II. ഇതിനകത്ത് സൂം ലെൻസിൻ്റെ ഡയറക്റ്റ് സൂം ലെൻസ് ഇടാൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കുറച്ച് മുമ്പ്, അതായത് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇത് ഊരിയിട്ട് ഇതിനകത്ത് ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. അഡാപ്റ്റർ ഡെമോ കാണിക്കാനാണെങ്കിൽ ഇങ്ങനത്തെ അഡാപ്റ്റർ വരുന്നുണ്ട്. ഈ ഒരു അഡാപ്റ്റർ ഇതിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെൻസും ആണ്, Canonൻ്റെ ഏത് ലെൻസും ഇതിനകത്ത് നമുക്ക് ഷൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത ഞാൻ കുറച്ച് വാറണ്ടി പീസസ് ആണ് പറയുന്നത്. ഇത് Canonൻ്റെ R100 എന്ന് പറഞ്ഞ ക്യാമറയാണ്. ഈ R100 എന്ന് പറഞ്ഞ ക്യാമറയ്ക്ക് ഇനി 1 വർഷവും 8 മാസം വാറണ്ടി ഉണ്ട്. പുതിയ 42,000 രൂപ റേറ്റ് ഉണ്ട്. നമുക്കിവിടെ വരുമ്പോൾ 35,000 റേറ്റ് വരുന്നുണ്ട്. പക്ഷേ 1 വർഷവും 8 മാസം, അതായത് പുതിയ 45 ഉണ്ടെന്ന് തോന്നുന്നു, സോറി എൻ്റെ മിസ്റ്റേക്കാണ്, 45 അടുപ്പിച്ച് വരുന്നുണ്ട്. നമുക്കിവിടെ റേറ്റ് വരുന്നത് 34 ആ റേഞ്ചാണ് റേറ്റ് വരുന്നത്. 1 വർഷം 8 മാസവും വാറണ്ടി ഉണ്ട്. അതായത് ഇതിൻ്റെ നേരത്തെ പറഞ്ഞ ഷട്ടർ കൊണ്ട് നോക്കുവാണെങ്കിൽ ഒരു 1000 ഫോട്ടോസ് അങ്ങനെ മാക്സിമം എടുത്ത് കാണത്തുള്ളൂ. അത്രയ്ക്കും ലെസ് യൂസ്ഡ് ആണ്. ഒരു ഫ്രഷ് എടുക്കുന്നതിന് തുല്യമാണ് ഈ ഒരു ക്യാമറ എടുക്കുന്നത്. ഇനി അതുപോലെ R50, ഇത് 1 വർഷം റിമൈനിങ് വാറണ്ടി ഉണ്ട്. ഇതൊരു ബെസ്റ്റ് എഡിഷനാണ്. അതായത് M50യുടെയൊക്കെ ഏറ്റവും അപ്ഡേറ്റഡ് വെർഷൻ ആയിട്ടുള്ളൊരു ക്യാമറയാണ് R50. ഇതും 4K വീഡിയോ റെക്കോർഡിങ്ങും ടച്ച് സ്ക്രീനൊക്കെ വരുന്ന ഒരു കാര്യം. എല്ലാവർക്കും ഇപ്പോൾ വേണമെന്ന 4Kയും ടച്ച് സ്ക്രീനൊക്കെയാണ്. അപ്പം ഞാൻ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്. ആ ഒരു ഇതൊക്കെ വരുന്ന ഓപ്ഷൻ വരുന്ന ഒരു അടിപൊളി ക്യാമറയാണ്. ഇത് വരുമ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് 55 ആണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം റേറ്റ് വരുമ്പോൾ. ഇനി അതുപോലെ സോണിയുടെ കുറച്ച് മോഡൽ, സോണിയുടെ A6000 വരുന്നുണ്ട്, 6300 വരുന്നുണ്ട്, 61 വരുന്നുണ്ട്, 64 വരുന്നുണ്ട്. അതിനകത്ത് 6000 പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 22,000 മുതൽ നമുക്ക് 6,000 സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അത്യാവശ്യം അടിപൊളി ക്യാമറയാണ്. അത് വരുമ്പോൾ നമുക്കൊരു 30 വരെ അതിൻ്റെ റേറ്റ് വരുന്നുണ്ട്. ഡിപ്പെൻസ് ഓൺ ദ കണ്ടീഷനാണ് റേറ്റ് വരുന്നത്. അതിനകത്ത് 2 പോരായ്മ ഉണ്ട്. ടച്ച് സ്ക്രീനും വരുന്നില്ല, 4K വീഡിയോ റെക്കോർഡിങ്ങും വരുന്നില്ല. വൈഫൈ സപ്പോർട്ടും ബാക്കിയുള്ള എല്ലാം അത്യാവശ്യം ഓക്കെയാണ്. പക്ഷേ ബാക്കിയുള്ള 6000 മുകളിലോട്ടുള്ള ക്യാമറ, അതായത് 61, 63, 64 അങ്ങനെയുള്ള ക്യാമറയിലെല്ലാം 4Kയും ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം അതൊരു അടിപൊളി ക്യാമറയാണ്. ഇത് വരുമ്പം നല്ലൊരു ക്യാമറയാണ്. ഇനി ലോ ബഡ്ജറ്റിൽ വരുന്ന ഒരു സോണിയുടെ മിറർലെസ് ക്യാമറയാണ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുന്നത്. അതായത് ഒന്ന് സോണിയുടെ നെക്സ്റ്റ് വൈറ്റി. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഈ വൈറ്റ് വരാറുണ്ട്. ഇത് വരുമ്പോൾ നമുക്ക് വരുമ്പോൾ വെറും 18,000 രൂപയാണ് റേറ്റ് വരുന്നത് വിത്ത് കിറ്റ് ലെൻസ്. പക്ഷേ സൂം ലെൻസ് ഇട്ടാണ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത്. 25,000 റേറ്റ് വരും. ഇതും ഒരു സൂം ലെൻസും വരുമ്പോൾ ഇതും ഒരു വൈഫൈ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ക്യാമറ, 16 മെഗാ പിക്സൽ വരുന്ന. ഇനി നമ്മുടെ സോണിയുടെ 6000 തൊട്ട് ബാക്ക് ഇരിക്കുന്ന മോഡലാണ് സോണി 5100. ഇന്ന് നമുക്ക് 22,500 ആണ്. ഒരു മിറർലെസ് ക്യാമറയാണ്. നമ്മുടെ നോർമൽ കുഞ്ഞ് കണക്കത്തെ ക്യാമറ അല്ല, കാര്യം ഇത് ലെൻസൊക്കെ റിമൂവബിൾ ആണ്. മറ്റേ കുഞ്ഞ് ക്യാമറ എന്ന് വെച്ചാൽ ലെൻസൊക്കെ ഫിക്സഡ് ലെൻസ് വരുന്നൊരു ക്യാമറാസാണ്. അപ്പം ലെൻസ് ഒന്നും റിമൂവബിൾ അല്ല, അത്രയും ക്വാളിറ്റിയും കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇനി ഇത് ലുമിക്സിൻ്റെ GH1 എന്നൊരു മോഡലാണ്.
അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഈ 17mm എന്നൊരു ലെൻസ് ഇട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ റേറ്റ് പറയുന്നത് വെറും 22,000 രൂപ മാത്രമേ റേറ്റ് പറയുന്നുള്ളൂ. ഈ 17mm ഇത് ഒരു 2.8 ലെൻസാണ്. ഈ ലെൻസിന് മാത്രം ഏകദേശം 40,000 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയതുകൊണ്ടാണ് ഈ 17, അതായത് ഈ ഒരു ലെൻസിന് നമ്മൾ നല്ല റേറ്റ് കുറവാണ് ബോഡിക്കും ലെൻസിനും കൂടെ ഇട്ടേക്കുന്നത്. വെറും 22,500 രൂപ മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. ഇനി നമുക്ക് ഒരുപാട് വരും. നമ്മളിപ്പോൾ ഒരു ഡ്രോൺ ഇവിടെ ഒരു ലോ റേറ്റിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഇത് വരുമ്പം ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് എടുക്കാൻ പറ്റിയ ടൈപ്പ് ഡ്രോണാണ്. അത് മാവിക് മിനി ഉണ്ട്, മാവിക് എയർ ഉണ്ട്. ഇത് മാവിക് എയർ ആണ്. നമ്മൾ റേറ്റ് പറയുന്നത് വെറും 25,000 ആണ് ഇപ്പോൾ നമ്മളതിൽ സ്റ്റോക്ക് ഇരിക്കുന്ന പീസ്. നോർമലി ഇതൊരു 30-35 വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 2 ബാറ്ററിയാണ് വരുന്നത്. ഇതിൻ്റെ ചാർജിങ് നമുക്കൊരു 20 മിനിറ്റ്സിനകത്താണ് ഇതിപ്പം നിലവിൽ ഫ്ലൈ ചെയ്യുന്ന ടൈം കിട്ടുന്നത്. ഒരു അടിപൊളി ഡ്രോണാണ്. ഒരു 4K വീഡിയോ റെക്കോർഡിങ് കിട്ടുന്ന ഒരു തുടക്കക്കാരനായിട്ടുള്ള ആർക്കും എടുത്ത് പഠിക്കാൻ പറ്റിയൊരു അടിപൊളി ഡ്രോണാണ് ഈ ഒരു മാവിക് എയർ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ അപ്ഡേറ്റഡ് വെർഷനായിട്ടുള്ള ഒരുപാട് മോഡൽസ് നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട്. ഏത് വേണമെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെ നമുക്ക് നിക്കോണിൻ്റെ ക്യാമറാസ് ഉണ്ട്. നിക്കോണിൻ്റെ ഒരുപാട് ക്യാമറാസ് വരുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഒരു 12,000 മുതൽ നമ്മളതിൽ നിക്കോണിൻ്റെ ക്യാമറാസ് എല്ലാം അവൈലബിൾ ആണ്. 12, 15, 18, 20 എല്ലാ റേഞ്ചും, അതും ഡിപ്പെൻസ് ഓൺ ദ കണ്ടീഷൻ. ഇത് നിക്കോണിൻ്റെ Z സീരീസിൽ കുറച്ച് ക്യാമറ ഉണ്ട്. അതിനകത്ത് Z30 എന്ന് പറഞ്ഞൊരു മിറർലെസ് അമ്മേച്ചർ ക്യാമറയാണിത്. ഇത് വരുമ്പോൾ ഒരു നമുക്ക് റേറ്റ് വരുന്ന 42,000 ആണ് റേറ്റ് വരുന്നത്. 4K വീഡിയോ റെക്കോർഡിങ്ങും ടച്ച് സ്ക്രീനൊക്കെ വരുന്ന ഒരു അടിപൊളി ക്യാമറയാണ്. ഇനി നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ ഒരു ഫിക്സഡ് ലെൻസൊക്കെ, അതായത് ലെൻസ് റിമൂവബിൾ അല്ലാത്ത ഒരു അടിപൊളി ക്യാമറ. ഇത് RX10 എന്നൊരു ക്യാമറയാണ്. ഈ ക്യാമറയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 20 മെഗാ പിക്സലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് 2-3 വെർഷൻ ഉണ്ട്. അതായത് RX10 Mark 2 Mark 3 അങ്ങനെ കുറച്ച് വെർഷൻസ് വരുന്നുണ്ട്. അതിനകത്ത് Mark 1 ആണിത്. ഇതിനകത്ത് ഹൈലൈറ്റ് വൈഫൈ സപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് പറയാനാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് ഇപ്പം നമ്മൾ കൊടുക്കാൻ നിൽക്കുന്ന റേറ്റും പിന്നെ ഇതിൻ്റെ സൂമിങ് ഏകദേശം 200, അതായത് 24mm മുതൽ 200 വരെ ഐ ഗെസ് ഒരു സൂമിങ് വരുന്നുണ്ട്. ഒരു അടിപൊളി ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ കൊടുക്കാൻ നിൽക്കുന്ന വെറും 7,500 രൂപ മാത്രമേ ഉള്ളൂ. അത്രയും ലോ റേറ്റാണ്. ഒരു ആവറേജ് കണ്ടീഷനാണ്, ഫ്രഷ് കണ്ടീഷനാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ റിസൾട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ, അതായത് ഒരു 7,500 റുപ്പീസിന് ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ക്യാമറ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. ഇനി ഫുജി ഫിലിം പറയാനാണെങ്കിൽ ഫുജി ഫിലിമിൻ്റെ കുറച്ച് ക്യാമറാസ് മാത്രമേ നമ്മളെപ്പോഴും കൊടുക്കുന്നുള്ളൂ. അതായത് ഫുജി ഫിലിം XT100, XT200, XA7, പിന്നെ XT3, XT4 ഇങ്ങനെ കുറച്ച് മോഡൽസാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. ഏതൊരു ക്യാമറാസ് നമ്മളിൽ ഇല്ലാത്ത ക്യാമറ ആണെങ്കിലും നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെന്ന് ബുക്ക് ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ടും ആ ഒരു ക്യാമറ നമ്മൾ അറേഞ്ച് ചെയ്ത് തന്നിരിക്കും. അത് അത്യാവശ്യം ഏത് ക്യാമറ ആണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്ത് തന്നിരിക്കും. ഇത് XT200 എന്ന ക്യാമറയാണ്. 4K വീഡിയോ റെക്കോർഡിങ്ങും 24 മെഗാ പിക്സലൊക്കെ വരുന്ന ഒരു അടിപൊളി ക്യാമറ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ലുക്കാണ്. കാര്യം നമ്മുടെ കനോണിൻ്റെ ക്യാമറ മിക്കതും ബ്ലാക്കാണ്. ഇത് വരുമ്പോൾ ഒരു സിൽവർ കളറാണ്. ഇതിൻ്റെ തന്നെ ഗോൾഡൻ കളറുണ്ട്, ബ്ലാക്ക് കളറുണ്ട്. ഒരു അടിപൊളി ലുക്ക് വരുന്നൊരു അടിപൊളി ക്യാമറയാണ്. ഇനി അതുപോലെ ഒരു നമ്മുടെ വീഡിയോ ക്യാം, അങ്ങനത്തെ ഒരു ഹാൻഡി ക്യാം വേണമെന്നുള്ളവർക്ക് അങ്ങനത്തെ ക്യാമറാസും നമ്മളതിൽ അവൈലബിൾ ആണ്. ഇതൊരു 2,000-2,500 റുപ്പീസൊക്കെ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. അടിപൊളി ക്യാമറയാണ്. ഇത് വരുമ്പോഴത്തേക്കും നല്ല യൂസിങ് ആണ്. ഞാനപ്പോൾ നമ്മുടെ ഒരു സമയത്തിൻ്റെ ഒരു പരിധിയാണ്, നമ്മൾ കുറച്ച് ലെൻസസ് ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇത് വരുമ്പോൾ 70-200 F4 എന്നൊരു ലെൻസാണ്. നമ്മുടെ അമ്മച്ചർ ക്യാമറയ്ക്കൊക്കെ മെയിനായിട്ട് അമ്മച്ചർ ക്യാമറയ്ക്ക് പറ്റിയതാണ്. എന്നാലും നമ്മുടെ പ്രൊഫഷണൽ ക്യാമറയിലെല്ലാം ഇടാൻ പറ്റിയ ലെൻസാണ്. ഏറ്റവും ലോ റേറ്റിൽ വരുന്ന ഒരു വൈറ്റ് കളർ ടെലി ലെൻസാണ്. റേറ്റ് വരുന്നത് വെറും 17,500 രൂപ മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ. അത്യാവശ്യം അടിപൊളി ലെൻസാണ്. ഇത് F4 ആണ്. അതായത് F4 എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞു തരുന്നത്. അതായത് F4 എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറയുടെ ഡെപ്ത്ത്, ഒരു ലെൻസിൻ്റെയൊക്കെ ഡെപ്ത്ത് നോക്കുന്നത് ഒരു അപ്പേച്ചറാണ്. അതായത് ലെൻസിൻ്റെ ഓപ്പണിംഗ് ആണ്. ഇത് എത്രത്തോളം കുറഞ്ഞിരിക്കുന്ന അത്രത്തോളം ക്വാളിറ്റിയും അതുപോലെ ആ ലെൻസിൻ്റെ റേറ്റും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ 2.8 ആണ് നോർമൽ 70-200 ഏറ്റവും അടിപൊളി ലെൻസ്. അത് വരുമ്പോൾ നമുക്ക് റേറ്റ് വരുമ്പോൾ ഒരു 20,000 മുതൽ 30,000 റേറ്റ് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടെ ഡെപ്തും ക്വാളിറ്റിയും കൂടുതലാണ്. പിന്നെ അതിൻ്റെ തന്നെ IS ലെൻസ് വരുന്നുണ്ട്. അതിനൊക്കെ സ്റ്റെബിലൈസേഷനൊക്കെ കുറച്ചും കൂടെ കൂടുതലാണ്. ഇനി ഇതാണ് നമ്മുടെ പ്രൊഫഷണൽ ക്യാമറ. ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് പ്രൊഫഷണൽ ക്യാമറയുടെ ഒരു കിറ്റ് ലെൻസായിട്ട് അറിയപ്പെടുന്ന ഒരു ഫങ്ഷണൽ ലെൻസാണ്. ഇതൊരു 24-105 എന്ന ലെൻസാണ്. ഇതേപോലെ അപ്പേച്ചർ പറയുന്ന ഒരു F4 ആണ് വരുന്നത്. നല്ല ലെൻസാണ്. നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 15,000 മുതൽ 22,000 രൂപയാണ് റേറ്റ് വരുന്നത്. ഡിപ്പെൻസ് ഓൺ ദ കണ്ടീഷൻ. ഇനി ഞാൻ ബിഗിനറായിട്ടുള്ള ഒരുപാട് പേർക്ക് കുറച്ച് ഡൗട്ടുണ്ട്. ഇതെന്താണ്, അതുപോലെ ഇങ്ങനത്തെ ടൈപ്പ് ഫിൽറ്റേഴ്സ് എന്താണെന്ന് ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെടുത്തി തരുവാണ്. ഇതെന്ന് പറഞ്ഞാൽ ലെൻസ് ഹുഡാണ്. അതായത് ഏതൊരു ക്യാമറയ്ക്കും അതിൻ്റെ ലെൻസിനായിട്ട് അതായത് ഉപയോഗിക്കുന്നൊരു ഹുഡാണ് ലെൻസ് ഹുഡ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പറയാനാണെങ്കിൽ ഇത് വരുമ്പോൾ ഗ്ലെയർ, അതായത് നമ്മുടെ ഈ ഫോട്ടോസ് എടുക്കുമ്പോൾ സൈഡിൽ നിന്ന് കുറച്ച് ഗ്ലെയറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാനും
കൂടാതെ തന്നെ ഷെയ്ഡ് അങ്ങനെയുള്ളത് അടിക്കാതിരിക്കാനും ഇതിനെല്ലാത്തിനും പിന്നെ മെയിനായിട്ട് പറയുന്നത് നമ്മളൊരു സൈഡൊക്കെ തട്ടുമ്പോഴത്തേക്ക് അതിനൊരു പ്രൊട്ടക്ഷനും എല്ലാത്തിനുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ലെൻസ് ഹുഡ്. ഇത് വരുമ്പോൾ എപ്പോഴും നമുക്ക് റേറ്റ് നമുക്കിവിടെ എല്ലാ ലെൻസ് ഹുഡും അവൈലബിൾ അല്ല, എന്നാലും ഇതൊക്കെ സ്റ്റാർട്ടിങ് വരുമ്പോൾ ഒരു പുതിയതാണെങ്കിൽ ഒരു 100 രൂപ മുതൽ 500 രൂപ വരെ മാക്സിമം റേറ്റ് അത്യാവശ്യമുള്ള അമേച്ചർ ക്യാമറാസിനൊക്കെ വരുന്നുള്ളൂ, അതിൻ്റെ ലെൻസസിന് വരുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ബെസ്റ്റാണ് ഒരു ക്യാമറയ്ക്ക് പ്രൊട്ടക്ഷൻ. ഏതൊരാൾ മേടിച്ചാൽ ഇപ്പം നമ്മൾ ഷോപ്പിൽ നിന്നല്ല ആര് മേടിച്ചാൽ എല്ലാവർക്കും വേറെ ആട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പറയുവാണ്. ഇത് ലെൻസ് ഹുഡ്. ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് നമ്മുടെ അമേച്ചർ, ഇത് പല ടൈപ്പ് ലെൻസ് ഹുഡ് വരുന്നുണ്ട്. അതായത് UV ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്, ND ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. ഇത് UV ഫിൽറ്ററാണ്, ഇതിൻ്റെ ND ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പ് കളർ ഫിൽറ്റേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. അപ്പം ഇത് വരുമ്പോഴത്തേക്ക് ഞാനൊന്ന് ഡെമോ കാണിച്ചിരുന്ന ഈ ഒരു ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ലെൻസിൻ്റെ അകത്തെ ഡാമേജും അതുപോലെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ലെൻസിൽ കയറുന്നതൊക്കെ കുറച്ച് കുറയും. കാര്യം ഇതിടുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ഇത് കണ്ടോ, ഇത് ഒരു ലെൻസിൻ്റെ പൊട്ടിയ ലെൻസ് ഹുഡാണ്. അതായത് ഇതൊരെണ്ണം ജസ്റ്റ് നമ്മളിൽ ഈ ഒരു നിലത്ത് വീണാൽ അങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് നിലത്തെന്ന് പറയുന്നില്ല, എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ ക്രാഷ് ആകുമ്പോൾ ഈ ലെൻസ് ഹുഡിനായിരിക്കും അത് സംഭവിക്കുന്നത്. അതായത് ആ ലെൻസിൻ്റെ ഗ്ലാസ്സിനൊന്നും വലുതായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല. ആ ഒരു പ്രൊട്ടക്ഷൻ ഇത് വെറും 100 രൂപ 200 രൂപ കോസ്റ്റ് വരുന്നുള്ളൂ. ഇതിടുമ്പോൾ കിട്ടുന്ന പ്രൊട്ടക്ഷനാണ് ഈ ഒരു ഹൈലൈറ്റ് പറയാനാണെങ്കിൽ. ഇനി നോർമലി നമ്മളതിൽ ഒരുപാട് ലെൻസ് വരുന്നുണ്ട്. 50mm പോർട്രേറ്റ് ലെൻസ് വരുന്നുണ്ട്, 85mm ലെൻസ് വരുന്നുണ്ട്. ഇതൊക്കെ റേറ്റ് നമുക്ക് 50mm വരുമ്പോൾ ഒരു 5500 മുതൽ 6500 റേറ്റ് വരുന്നത്. 85mm വരുമ്പോൾ നമുക്ക് 12000 മുതൽ 18000 രൂപ വരെയാണ് റേറ്റ് വരുന്നത്. ഏകദേശം പുതിയതിന് 30-35 സംതിങ് ആണ് റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇനി അതുപോലെ പറയാനാണെങ്കിൽ അഡാപ്റ്റർ, ഇത് നമ്മുടെ സിഗ്മയുടെ MC11 എന്ന അഡാപ്റ്ററാണ്. പുതിയതിന് ഒരു 17000 രൂപ റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കിവിടെ റേറ്റ് വരുന്നത് വെറും 6500 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഹൈലൈറ്റ് പറയാനാണെങ്കിൽ സോണി ഉപയോഗിക്കുന്ന ഒരുപാട് പേർക്ക് കാനോണിൻ്റെ ലെൻസസ് ഏറ്റവും കിട്ടുന്നതും റേറ്റ് കുറഞ്ഞത് കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇടാൻ പറ്റിയ ഒരു ലെൻസാണ്, ഒരു അഡാപ്റ്ററാണ് MC11. അതായത് സോണി ടു കാനോൺ കൺവേർട്ടർ ആയിട്ടുള്ള ഒരു അഡാപ്റ്ററാണിത്. 6500 റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളിൽ നിക്കോണിൻ്റെ ഒരു അഡാപ്റ്ററും കൂടി ഇരിപ്പുണ്ട് കേട്ടോ, അത് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ആ ഒരു അഡാപ്റ്റർ വരുമ്പോൾ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മിറർലെസ് ക്യാമറയിൽ നിന്ന്, അതായത് Z സീരീസിന് വരുന്ന ഒരു അഡാപ്റ്ററാണ്. അതായത് നോർമൽ ലെൻസുകൾ, അതായത് നിക്കോണിൻ്റെ നോർമൽ EF, അതായത് നമ്മുടെ കാനോണിൻ്റെ EF ലെൻസ് വരുന്നതാണ് നോർമൽ ലെൻസ് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അഡാപ്റ്ററാണ് നിക്കോണിൻ്റെ അഡാപ്റ്റർ. അത് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലത് ഇരിപ്പുണ്ട്. ഏകദേശം വാറണ്ടി റിമൈനിങ് ആയിട്ടുള്ള ഒരു അഡാപ്റ്റർ ഇരിപ്പുണ്ട്. പുതിയതിന് ഏകദേശം 10 രൂപ മേളിലുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വെറും 5500 മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഇനി ഈ ഗിംബൽസ് ഞാനൊന്ന് പരിചയപ്പെടാം. ഇത് നമ്മളിൽ ഇപ്പം നിലവിലിരിക്കുന്ന ഒരു മോഡലാണ്, മോസ എയർക്രോസ് 2 എന്ന് പറഞ്ഞ മോഡൽ. ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും സിമ്പിൾ റേറ്റ് വരുന്നുള്ളൂ, ഒരു 9000 രൂപയ്ക്ക് നമുക്ക് കൊടുത്തേക്കാം. ആവറേജ് കണ്ടീഷനാണ്, ഒരു എടുത്ത് പഠിക്കാൻ പറ്റിയ എല്ലാവർക്കും പറ്റിയ മോഡലാണ്. ഗിംബൽസ് നമ്മളിൽ അങ്ങനെ ഒരുപാട് പീസ് സ്റ്റോക്ക് വരുന്നുണ്ട്. ഇതുപോലെ ഒരു ഹൈലൈറ്റ് നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറാസും ലെൻസസും ഗിംബൽസും ലൈറ്റ്സും എല്ലാം നമുക്ക് റെൻ്റ് ഉണ്ട്. അത് വരുമ്പോൾ സ്റ്റാർട്ടിങ് വെറും തുച്ഛമായ റേറ്റ് വരുന്നുള്ളൂ. നേരത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തേക്കുള്ള ഒരു അവൈലബിലിറ്റി കൂടും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, ചില ടൈറ്റ് സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഏതുണ്ടെങ്കിലും നമുക്കിനി ഡി ക്യാമിൽ വെച്ചാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.